നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുത്താൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും GSTR 1 അതുപോലെ GSTR 3B ഈ രണ്ട് ഫോംസും ഫയൽ ചെയ്യണം. ക്ലിയർ? GSTR 1 നമുക്കറിയാം, ആ മാസത്തെ നമ്മുടെ സെയിൽസ് മാത്രം കാണിക്കാനുള്ള, സെയിൽ എന്ന് പറയുമ്പോൾ സെയിൽസും ഔട്ട്പുട്ട് ടാക്സും സെയിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാനുള്ള ഒരു ഔട്ട്വേഡ് സപ്ലൈ അല്ലെ സ്റ്റേറ്റ്മെന്റ് ആണ് GSTR 1. എന്നാൽ GSTR 3B എന്ന് പറഞ്ഞാൽ അത് മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യാനുള്ള റിട്ടേൺ ഫോം ആണ് 3B. ക്ലിയർ? അതിൽ ഒരു അഡീഷണൽ പോയിന്റ് നമുക്ക് പറയേണ്ടത്, എല്ലാവരും GSTR 3B മന്ത്ലി ചെയ്യണം, കാരണം ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? എന്നാൽ GSTR 1 എന്താ പ്രത്യേകത? GSTR 1 പ്രത്യേകതയുണ്ട്. ആനുവൽ ടേൺ ഓവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടിക്കകത്ത് വരുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. GSTR 1 വേണമെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാം. അത് എന്താണ് തീരുമാനം എന്നുള്ളത് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഏപ്രിൽ മാസം ഏതാണോ ഇയർ, ആ ഇയറിന്റെ ഫസ്റ്റ് മന്ത് ഏപ്രിൽ മാസം ചൂസ് ചെയ്യാം. 1.5 കോടിക്കകത്താണ് ടേൺ ഓവർ എങ്കിൽ GSTR 1 മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്ന് എന്ത് ചെയ്യാം, ആ സ്റ്റാർട്ടിംഗ് സമയത്ത് ചൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ GSTR 1 എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് പഠിക്കാം. ഓക്കെ. സോ ഇന്നത്തെ ഈ ക്ലാസ്സില് നമുക്ക് എന്തായാലും ഒരു 2 ദിവസം വേണ്ടി വരും GSTR 1 പഠിക്കാനായിട്ട്. ഓക്കെ. സോ ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കേണ്ടത് GSTR 1 എന്ന സ്റ്റേറ്റ്മെന്റിൽ സെയിൽസ് കാണിക്കേണ്ടതാണെന്ന് പറഞ്ഞു. എന്നാലും അതിനകത്ത് 19 ബോക്സ് ഉണ്ട്. 19 ബോക്സ്, 19. ഓക്കെ. ആ 19 ബോക്സും എന്താണ്, അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് ഓപ്പൺ ചെയ്ത് അതെങ്ങനെയാണ് ഫയൽ ചെയ്ത് പഠിക്കാം. ക്ലിയർ അല്ലേ? ആ 19 ബോക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഡയറക്റ്റ് GST സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരു കൺഫ്യൂഷൻ വരും. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോക്സസ് എന്താന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ? ജസ്റ്റ് അതിന്റെ കോളംസിന്റെ പേര് ഞാൻ നോട്ട് ചെയ്ത ഒരു പേജ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തു. ഓക്കെ. ഞാൻ ആ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ. GSTR 1 includes, GSTR 1 എന്തൊക്കെ വരുന്നുണ്ട്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് എന്താ കാണുന്നേ? ഒന്നാമത്തെ ബോക്സ്, ഈ ഓരോ ബോക്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ ബോക്സ് B2B ആണ്. നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കോ, കാരണം ഓരോ ബോക്സിലും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഞാൻ പറയും, അത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കോ കേട്ടോ. B2B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ് ടു ബിസിനസ്. ഇപ്പോ നമുക്ക് ബിസിനസ് ഉണ്ട്, GST നമ്പർ നമുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ റിട്ടേൺ ചെയ്യേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ കസ്റ്റമർക്കും GST നമ്പർ ഉണ്ടെങ്കിൽ, GST നമ്പർ ഉള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ നടത്തിയാൽ ആ സെയിൽസിനെ വിളിക്കാം B2B. ക്ലിയർ? ഓക്കെ. അപ്പൊ B2B സെയിൽ നമുക്ക് ആ ഒരു മാസം ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് ഈ B2B എന്ന് പറയുന്ന ഒന്നാമത്തെ ബോക്സിനകത്ത് കയറി കാണിക്കണം. ക്ലിയർ? ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, B2B സെയിൽ ഉണ്ടെങ്കിൽ ഈ B2B എന്ന ബോക്സിനകത്ത് അത് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇൻവോയ്സ് വൈസ് കാണിക്കണം. അതായത് ഒരു B2B ഇൻവോയ്സ് എടുക്കുക, ആ ഇൻവോയ്സിൽ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഡാറ്റ അതിനകത്ത് എൻ്റർ ചെയ്യണം.
ഇപ്പൊ ഒരു B2B ഇൻവോയ്സ് ആകുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ഉണ്ടാവും? ആ ഒരു ഇൻവോയ്സ് ആകുമ്പോൾ കസ്റ്റമറിന്റെ GST നമ്പർ, ആ കസ്റ്റമറിന്റെ പേര്, ആ B2B ഇൻവോയ്സ് ഡേറ്റ്, ആ ഇൻവോയ്സിന്റെ നമ്പർ, ടാക്സബിൾ എമൗണ്ട്, GST എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, അല്ലെ, കസ്റ്റമറിന്റെ സ്റ്റേറ്റ്, ഇതൊക്കെ അതിലുണ്ടാവും. ടാക്സ് റേറ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു B2B ഇൻവോയ്സ്, ഒരൊറ്റ ഇൻവോയ്സ് കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് ഈ B2B എന്ന ബോക്സിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യണം. ഒരിക്കലും നമുക്ക് ആ ഒരു സെയിൽസ് ഇൻവോയ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇൻവോയ്സ് കാണുന്ന ഡാറ്റ നോക്കി ടൈപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് ഓരോ ഇൻവോയ്സും 1 by 1 ഇവിടെ എൻ്റർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇപ്പൊ ഒരു മാസം നമുക്ക് ഒരു 10,000 ഇൻവോയ്സ് ഉണ്ടെങ്കിലോ, ഒരു 10,000 ഇൻവോയ്സ് ഒരു മാസം ഉണ്ടെങ്കിൽ ആ 10,000 ഇൻവോയ്സും ഓരോ ഇൻവോയ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ എവിടെ എൻ്റർ ചെയ്യണം. ക്ലിയർ അല്ലേ? ഒരു വലിയ പണിയാണത്. ഓക്കെ, ഇതാണ് B2B ബോക്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ക്ലിയർ. B2B വേറെ സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ബോക്സ് B2C ആണ്. ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും B2C ആണ്. B2C എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണ എൻഡ് കൺസ്യൂമറിനോ നമ്മൾ സെയിൽ നടത്തിയാൽ ആ സെയിൽ കാണിക്കേണ്ടതാണ് B2C. ക്ലിയർ അല്ലേ? സി, GST നമ്പർ ഇല്ലാത്ത ബിസിനസ് സ്ഥാപനമാകാം, അല്ലെങ്കിൽ സാധാരണ എൻഡ് കൺസ്യൂമേഴ്സിന് സെയിൽ നടത്തിയതാകാം. അതാണ് B2C സെയിൽ. എന്നാൽ B2C സെയിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക 2 ബോക്സ് ഉണ്ട്. B2C ലാർജും ഉണ്ട്, B2C സ്മാളും ഉണ്ട്. B2C ലാർജും ഉണ്ട്, B2C സ്മാളും ഉണ്ട്. B2C സെയിൽ എന്താന്ന് നമുക്കറിയാം. അപ്പോ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഏത് തരം B2C സെയിലാണ് B2C ലാർജ് ബോക്സ് കാണിക്കേണ്ടത്, ഏത് തരം B2C സെയിലാണ് B2C സ്മാൾ ബോക്സ് കാണിക്കേണ്ടത്, അതും കൂടെ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ B2C ലാർജ് ബോക്സിൽ ഏത് തരം B2C കാണിക്കേണ്ടത് നോട്ട് ചെയ്യുക. B2C ആണ്. 2 കണ്ടീഷൻസ് ഒരുമിച്ച് വരണം. 2 കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് B2C ലാർജ് കാണിക്കേണ്ടത്. ഏതെല്ലാം ആ 2 കണ്ടീഷൻ? ആ സി എന്ന കസ്റ്റമറിലെ B2C കസ്റ്റമർ, ആ കസ്റ്റമറിന്റെ പ്ലേസ് വേറെ സ്റ്റേറ്റ് ആകണം, ഇന്റർ സ്റ്റേറ്റ് കസ്റ്റമർ ആകണം. ക്ലിയർ അല്ലേ? നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തുള്ള മറ്റൊരു സ്റ്റേറ്റ് ആലോചിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ കേരളയാണല്ലോ, കസ്റ്റമർ വേറെ കർണാടക ആയിരിക്കാം. അപ്പൊ കസ്റ്റമർ വേറെ സ്റ്റേറ്റ് ആകണം. തീർന്നിട്ടില്ല. ആ ഒരു B2C ഇൻവോയ്സ് വാല്യൂ മീൻസ് ടാക്സബിൾ പ്ലസ് ടാക്സ്, ടോട്ടൽ എമൗണ്ട്, ആ ഇൻവോയ്സിലെ ടോട്ടൽ, അവസാനത്തെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ, ആ ഇൻവോയ്സ് വാല്യൂ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരണം, 2.5 ലാഖിന് മുകളിൽ വരണം. ക്ലിയർ? അപ്പോ കസ്റ്റമർ, ആ സി എന്ന കസ്റ്റമർ വേറെ സ്റ്റേറ്റ് ആകണം. ആ B2C ഇൻവോയ്സ് വാല്യൂ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരണം. ഈ 2 കണ്ടീഷനും ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് B2C ലാർജ് ബോക്സ് കാണിക്കേണ്ടത്. ക്ലിയർ? യെസ്. ഇനി B2C ലാർജ് സെയിൽ കാണിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻവോയ്സ് കാണിക്കുമ്പോൾ ഒരു മാറ്റവുമില്ല. B2Bയിൽ നമ്മൾ എങ്ങനെ കാണിച്ചു അതുപോലെ കാണിക്കണം. ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ്, ഓരോ ഇൻവോയ്സും 1 by 1 ആയിട്ട് ഡാറ്റ എൻ്റർ ചെയ്യണം. B2Bന്റെ സെയിം, ഒരു മാറ്റവുമില്ല. ക്ലിയർ? ഇൻവോയ്സിലെ ഡാറ്റ നോക്കി എൻ്റർ ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടാകത്തില്ല. B2Bയിൽ ഉണ്ടാകും, B2Cയിൽ ഉണ്ടാവില്ല. എന്താ? കസ്റ്റമറിന്റെ GST നമ്പർ അല്ലെ, അത് B2Cക്ക് വരില്ലല്ലോ. ബാക്കിയൊക്കെ സെയിം, ആ ഇൻവോയ്സ് വൈസ് കാണിക്കാം. B2C ലാർജും ഒരു മാസം ഒരു 10,000 ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ 10,000 ഇൻവോയ്സും 1 by 1 ആയിട്ട് B2C ലാർജ് കാണിക്കണം. ക്ലിയർ? ഇനി B2C സ്മാൾ, അതിനകത്ത് ഏത് തരം B2C കാണിക്കേണ്ടത്? അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. B2C ലാർജ് അല്ലാത്ത B2C സെയില് B2C സ്മാളിൽ വരും. ക്ലിയർ അല്ലേ? B2C ലാർജ് ആവണമെങ്കിൽ ആ 2 കണ്ടീഷനും ഒരുമിച്ച് വരണം, അല്ലെങ്കിൽ സ്മാൾ ആയിരിക്കും അത്. ക്ലിയർ?
ഇപ്പൊ B2C സ്മാൾ സെയിൽ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, ആ മൂന്നാമത്തെ ബോക്സ് ആയ B2C സ്മാൾ ബോക്സിൽ കാണിക്കേണ്ടതാണ്. ഇനി B2C സ്മാൾ സെയിൽ ഉണ്ടെങ്കിൽ അത് B2C സ്മാൾ എന്ന ബോക്സ് കാണിക്കാൻ സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? B2Bയിലും B2C ലാർജിലും കാണിച്ച പോലെ 1/1 ആയിട്ട് സെയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. B2C സ്മാൾ ബോക്സിനകത്ത് ടോട്ടൽ സമ്മറി മാത്രം കാണിച്ചാൽ മതി. സെയിൽസിന്റെ സമ്മറി ഇല്ലേ, ആ ഒരു മാസത്തെ B2C സ്മാൾ സെയിൽസിന്റെ ടോട്ടൽ സമ്മറി മാത്രം കാണിച്ചാൽ മതി. സമ്മറി എന്ന് പറയുമ്പോ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി കാണിക്കേണ്ടത്. സ്റ്റേറ്റ് വൈസ് മീൻസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, നമ്മുടെ സ്റ്റേറ്റിനകത്ത് കേരളത്തിനകത്ത് റേറ്റ് വൈസ് 12% GST റേറ്റ് വരുന്ന ഒരു 10,000 രൂപയ്ക്ക് B2C സ്മാൾ സെയിൽ നടന്നു, ഒരു സമ്മറിയാണ്. ക്ലിയർ? അതുപോലെ വീണ്ടും സ്റ്റേറ്റ് വൈസ് കേരളത്തിനകത്ത് ടാക്സ് റേറ്റ് വൈസ് ഒരു 5% GST റേറ്റ് വരുന്ന ഒരു 25,000 രൂപയ്ക്ക് സെയിൽ നടന്നു, അപ്പൊ അതും മറ്റൊരു സമ്മറിയാണ്. അല്ല ഇങ്ങനെ പറയാം, കർണാടക എന്ന സ്റ്റേറ്റിലുള്ള കസ്റ്റമർക്ക് ക്ലിയർ ഒരു 12% റേറ്റ് ഓഫ് ടാക്സ് വരുന്ന ഒരു 10,000 രൂപയ്ക്ക് സെയിൽ നടത്തി, അത് മറ്റൊരു സമ്മറിയാണ്. സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി നമ്മൾ തയ്യാറാക്കണം. ക്ലിയർ അല്ലേ? യെസ്. തയ്യാറാക്കി നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാക്കി ആ സമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ B2C സ്മാളിൽ കാണിക്കേണ്ടത്. B2C സ്മാളിൽ കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി അപ്പോ B2B ഓക്കെയാണ്, B2C ലാർജ് ഓക്കെയാണ്, B2C സ്മാൾ ഓക്കെയാണ്. അടുത്ത ബോക്സ് നോക്കിയേ, ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ടു രജിസ്റ്റേർഡ് പാർട്ടി. നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? B2B അല്ലേ? B2B കസ്റ്റമർ. B2B കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ, B2B കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ് നാലാമത്തെ ബോക്സ്. ക്ലിയർ? അപ്പോ അതിനു മുമ്പ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എപ്പോഴാണ് കൊടുക്കുന്നത് സപ്ലയർ കസ്റ്റമർക്ക്? നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും പറയാം. ഇപ്പോ നമ്മളിപ്പോ ഒരു സെയിൽ നടത്തി എക്സാമ്പിൾ ഇപ്പോ ഒരു 10,000 രൂപയുടെ സെയിലാണ്. ഓക്കെ, സെയിൽ നടത്തി, കസ്റ്റമർ ഗുഡ്സ് കൊണ്ടുപോയി, സെയിൽസ് ഇൻവോയ്സ് റേസ് ചെയ്തു 10,000 രൂപ. ഒരു ദിവസം കഴിഞ്ഞപ്പോ കസ്റ്റമർ എന്ത് ചെയ്തു, അതിലൊരു 1000 രൂപയുടെ ഗുഡ്സ് തിരിച്ചുകൊണ്ട് വരുന്നു. ക്ലിയർ? വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് സെയിൽസ് റിട്ടേൺ അടിക്കണ്ടേ? സെയിൽ റിട്ടേൺ ആയി. ക്ലിയർ അല്ലേ? അപ്പോ സെയിൽ റിട്ടേൺ ആയെന്ന് പറയുമ്പോൾ ആ 1000 നമ്മൾ 10,000 രൂപയുടെ സെയിൽ ബില്ല് ആദ്യമേ ഇഷ്യൂ ചെയ്തു. അപ്പോ ആ 10,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സിലെ 10,000 രൂപയിൽ നിന്നും 1000 രൂപ കുറയ്ക്കണ്ടേ? നമ്മൾ നമ്മുടെ സെയിൽസ് എമൗണ്ട് കുറയ്ക്കണ്ടേ? യെസ്. നമ്മൾ ഒരിക്കൽ റേസ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിലെ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു 10,000 രൂപയ്ക്ക് ഒരു സെയിൽസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ആ സെയിൽസ് ഇൻവോയ്സിന്റെ നമ്പർ വെച്ച് ആ സെയിൽസ് ഇൻവോയ്സിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഒരു 1000 രൂപയുടെ ക്രെഡിറ്റ് നോട്ട് കൂടെ എന്ത് ചെയ്യുക, ആ കസ്റ്റമറിന് കൊടുത്താൽ മതി. സിമ്പിൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 ഡോക്യുമെന്റ് ആയി. ഒന്ന് ആദ്യം കൊടുത്ത 10,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സും അതിന്റെ കൂടെ 1000 രൂപയുടെ ക്രെഡിറ്റ് നോട്ടും രണ്ടും കൂടെ ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. സിമ്പിൾ. നെറ്റ് എഫക്റ്റ് 9,000 രൂപ സെയില്, 9,000 സെയില്. ക്ലിയർ അല്ലേ? അപ്പോ ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് സപ്ലയർ കസ്റ്റമർക്ക് കൊടുക്കുന്നത്? സെയിൽസ് ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോ സെയിൽസ് ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കുന്നത് എപ്പോഴാണ്? അതിനൊരു ഉദാഹരണമാണ് സെയിൽ റിട്ടേൺ ആവുന്ന കേസ്. ക്ലിയർ? അത് മാത്രമല്ല, സെയിൽസ് റിട്ടേൺ അല്ലാതെയും കേസ് വരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സെയിൽ നടത്തി. ക്ലിയർ? ഇപ്പോ 10,000 രൂപയുടെ ഒരു സെയിലാണ് ചെയ്തേ. കസ്റ്റമറിന് ഗുഡ്സ് കൊടുത്തു. ക്ലിയർ? സെയിൽസ് ഇൻവോയ്സ് റേസ് ചെയ്തപ്പോൾ 10,000 രൂപയാണ് കാണിക്കേണ്ടത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? ബൈ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ 11,000 രൂപ കാണിച്ചു പോയി. 10,000 ആണ് ഗുഡ്സ് കൊടുത്ത് കസ്റ്റമറിന് കൊടുത്തു. ആ ഇൻവോയ്സിൽ 10,000 ആണ് അടിക്കേണ്ടത്. പക്ഷെ ബൈ മിസ്റ്റേക്ക് 11 ആയിപ്പോയി.
സാഹചര്യം വരാമല്ലോ അല്ലെ. 1000 രൂപ അധികമായി പോയി അറിയാതെ. അപ്പൊ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? ആ അധികമായ 1000 രൂപ കുറച്ചാ പോരെ. നമ്മൾ റൂൾ പ്രകാരം സെയിൽസ് ഇൻവോയ്സ് റൈസ് ചെയ്തു, അതിൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് എന്ത് ചെയ്യുക? ആ കൂടിയ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ആ കൂടിയ എമൗണ്ട് 1000 രൂപ അല്ലേ, ആ 1000 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ക്രെഡിറ്റ് നോട്ട് കൊടുത്താൽ മതി കസ്റ്റമർക്ക്. സിമ്പിൾ. ക്ലിയർ അല്ലേ? അപ്പോ ആദ്യം ഇഷ്യൂ ചെയ്ത 11,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സും രണ്ടാമത് ഇഷ്യൂ ചെയ്ത 1000 രൂപയുടെ ക്രെഡിറ്റ് നോട്ടും എന്ത് ചെയ്യുക? ഒരുമിച്ച് സൂക്ഷിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എപ്പോഴും സെയിൽസ് ഇൻവോയ്സിലെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഓർത്താൽ മതി. അപ്പൊ ഡെബിറ്റ് നോട്ടോ? സെല്ലർ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ട് എപ്പോ ഇഷ്യൂ ചെയ്യും? ഇതിന്റെ ഓപ്പോസിറ്റ് ലോജിക് എടുക്കാം. ഇപ്പോ ഞാനിപ്പോ ഒരു സെയിൽ നടത്തി 10,000 രൂപയ്ക്ക്. ക്ലിയർ. ഗുഡ്സ് കസ്റ്റമറിന് കൊടുത്തു. എന്നാൽ ഇൻവോയ്സ് റൈസ് ചെയ്തപ്പോൾ 10,000 കാണിക്കേണ്ട സ്ഥാനത്ത് 9,000 ആയിപ്പോയി. ബൈ മിസ്റ്റേക്ക് 1000 രൂപ കുറഞ്ഞു പോയി. ഓക്കെ, ബൈ മിസ്റ്റേക്ക് 1000 രൂപ കുറഞ്ഞു പോയി. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? സിമ്പിൾ. സെയിൽസ് റൈസ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിലെ എമൗണ്ട് കുറഞ്ഞു പോയാൽ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുക? ആ സെയിൽസ് ഇൻവോയ്സിൽ 9,000 ആയി പോയി, 1000 കുറവ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ 9,000 സെയിൽസ് ഇൻവോയ്സിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഒരു 1000 രൂപയുടെ ഡെബിറ്റ് നോട്ട് കൊടുത്താൽ മതി. സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത 9,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സും രണ്ടാമത് ഇഷ്യൂ ചെയ്ത 1000 രൂപയുടെ ഡെബിറ്റ് നോട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുക? പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്ട് സെയിൽസ് 10,000. അപ്പോ ഇതാ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇത്രേ ഉള്ളൂ. സെയിൽസ് ഇൻവോയ്സിലെ വാല്യൂ കുറഞ്ഞുവെങ്കിൽ കൂട്ടാൻ വേണ്ടി ഡെബിറ്റ് നോട്ട്, കൂടിപ്പോയെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് നോട്ട്. ക്ലിയർ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ രജിസ്റ്റേർഡ് പാർട്ടിക്ക് മീൻസ് B2B കസ്റ്റമർക്ക്, നോക്കിയേ ഫസ്റ്റ് ബോക്സ് B2B ഇല്ലേ, ഈ B2B സെയിൽ നടത്തിയ B2B കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ് ഈ നാലാമത്തെ ബോക്സ്. ക്ലിയർ അല്ലേ? യെസ്. അഞ്ചാമത്തെ ബോക്സ് നോക്കിയേ, ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ട് ടു URD. URD മീൻസ് ആരാ? അൺരജിസ്റ്റേർഡ് ഡീലർ അല്ലെ, അൺരജിസ്റ്റേർഡ് ഡീലർ അല്ലെ, മീൻസ് രജിസ്ട്രേഷൻ എടുക്കാത്ത ഡീലർ മീൻസ് അത് ആരാ? B2C അല്ലെ. B2C കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ് അഞ്ചാമത്തെ ബോക്സ്. എന്നാൽ ചെറിയൊരു പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് B2C രണ്ട് B2C ഇല്ലേ, B2C ലാർജും ഉണ്ട് സ്മാളും ഇല്ലേ. അതിൽ B2C ലാർജ് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്ത ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടുമാണ് അഞ്ചാമത്തിൽ കാണിക്കേണ്ടത്. ക്ലിയർ? എന്ന് പറഞ്ഞാൽ B2C സ്മാൾ കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് ഒരിക്കലും ഈ അഞ്ചാമത്തിൽ കാണിക്കാൻ പാടില്ല. ക്ലിയർ? അപ്പൊ ഈ അഞ്ചാമത്തെ ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് URD ഉണ്ടല്ലോ, അവിടെ കാണിക്കേണ്ടത് എന്ത് മാത്രമാണ്? B2C ലാർജ് കസ്റ്റമർക്ക് കൊടുത്തത് മാത്രമേ കാണിക്കാൻ അവകാശമുള്ളൂ. B2C സ്മാൾ കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് ഇവിടെ കാണിക്കാൻ പാടില്ല. ക്ലിയർ? അത് പിന്നെ എവിടെ കാണിക്കും? അത് കാണിക്കേണ്ടത് B2C സ്മാൾ സെയിൽ കാണിക്കുമ്പോൾ സമ്മറിയിലെ കാണിക്കുന്നേ. യെസ്, B2C സ്മാൾ സമ്മറി കാണിക്കുമ്പോൾ അതിനകത്ത് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അതും കൂടെ ആ സമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു പോയാൽ മതി. ക്ലിയർ? ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ കൂട്ടിയും ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ കുറച്ചും ആ സമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് B2C സ്മാൾ എന്ന ബോക്സ് കാണിച്ചു പോയാൽ മതി. അല്ലാതെ B2C സ്മാൾ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്താൽ അത് കാണിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ബോക്സ് ഇവിടെ ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ 5 ബോക്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആറാമത്തെ ബോക്സ് നോക്കിയേ, എക്സ്പോർട്ട്. എക്സ്പോർട്ട് നമുക്കറിയാം അതും ഒരു സെയിലാണ്. സെയിൽ ടു അതർ കൺട്രി അല്ലെ, മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സെയിൽ നടത്തിയാൽ അതാണ് ഇവിടെ കാണിക്കേണ്ടത്, എക്സ്പോർട്ട് ബോക്സ് കാണിക്കേണ്ടത്. അതാണ് എക്സ്പോർട്ട്. ക്ലിയർ? എക്സ്പോർട്ട് ഒരുപാട് പ്രത്യേകതയുണ്ട്. എക്സ്പോർട്ടിന് പ്രത്യേകത വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് നടത്തി ആ ഗുഡ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും അല്ലെ, ഗുഡ്സോ സർവീസ് എന്തോ ആയിക്കോട്ടെ എക്സ്പോർട്ട് ചെയ്യും. അപ്പോ എക്സ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഒരു മൊബൈൽ ഷോപ്പാണ്, ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ ഇവിടുന്ന്
ടാക്സ് കൊടുത്ത് പർച്ചേസ് നടത്തിയ മൊബൈൽ ഫോണാണ് ഇത്. ഇൻപുട്ട് ടാക്സ് കൊടുത്ത് പർച്ചേസ് നടത്തിയ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോ ഞാൻ അവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST ഞാൻ ശരിക്കും ഇതിൽ എത്ര ഇൻപുട്ട് ഞാൻ കൊടുത്തു സപ്ലയറിന്, ആ GST ചാർജ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ ഈ മൊബൈലിന്റെ GST 18%. അപ്പൊ ഈ 18% കൊടുത്താണ് ഈ മൊബൈൽ ഞാൻ പർച്ചേസ് നടത്തിയത്. എനിക്ക് അവിടെ 18% ഇൻപുട്ട് ടാക്സ് ഉണ്ട് അവിടെ. എങ്കിലും ഞാൻ ഈ മൊബൈൽ ഫോണ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ 18 ചാർജ് ചെയ്യാൻ പാടില്ല. പകരം 0 ടാക്സ് ആയിരിക്കും ചാർജ് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ഓൾവേസ് വിൽ ബി സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ എന്നാണ് എക്സ്പോർട്ടിനെ വിളിക്കാറ്. എക്സ്പോർട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യണം, അതാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. എക്സ്പോർട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്താൽ മാക്സിമം ഫോറിൻ കറൻസീസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇനി ഒരു ടാക്സ് ലയബിലിറ്റി കൂടെ കൊടുത്ത് എക്സ്പോർട്ട് നടക്കാതിരിക്കണ്ട. ക്ലിയർ ആ ലോജിക്ക്? സോ എക്സ്പോർട്ട് പ്രൊമോഷന്റെ റിസൾട്ട് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ GST റേറ്റ്, GST ഇല്ല എന്നല്ല പറയുന്നേ, GST ഉണ്ട്, പക്ഷെ GST റേറ്റ് വിൽ ബി 0. ഓക്കെ, 0 ആയിരിക്കും GST റേറ്റ് വരിക. ഓക്കെ, അത് നമ്മളിപ്പോ ഒരു എക്സ്പോർട്ടിന്റെ ഇൻവോയ്സ് തയ്യാറാക്കുമല്ലോ. എക്സ്പോർട്ട് ഇൻവോയ്സ് തയ്യാറാക്കുമ്പോൾ ടാക്സബിൾ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 10,000 രൂപയാണ് ഈ മൊബൈൽ ഫോണിന്റെ വിലയെങ്കിൽ ടാക്സബിൾ എമൗണ്ട് 10,000. GSTന്റെ അവിടെ പോയിട്ട് 0 കാണിക്കണം, ദെൻ ടോട്ടൽ 10,000. അങ്ങനെ ഇപ്പൊ GST എന്ന് എഴുതിയിട്ട് അവിടെ 0 കാണിച്ചേ പോകാവൂ. ക്ലിയർ അല്ലേ? ഓക്കെ, കാരണം ടാക്സബിൾ ആണ്, ടാക്സ് റേറ്റ് ആണ് 0. ഓക്കെ, അത് മാത്രമല്ല എക്സ്പോർട്ട് ഇനിയും പ്രത്യേകതയുണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 0 ആണ്, ഓക്കെ. പക്ഷേ നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യണമെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റു കൺട്രിയിലേക്ക് നടത്തുന്ന എക്സ്പോർട്ട് ഒക്കെ ഗവൺമെന്റിന് അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യണം, ഒന്ന് കൺട്രോൾ ചെയ്യണം. സോ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് കൺട്രോൾ മെക്കാനിസം ഏർപ്പാടാക്കുന്നു. എങ്ങനെ കൺട്രോൾ ചെയ്യാം? അപ്പൊ അതുകൊണ്ട് ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതോറിറ്റി പറയുന്നു, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കസ്റ്റമർക്ക് GST ഒന്നുമില്ല, 0 ടാക്സാ വരുന്നേ. പക്ഷേ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ശരിക്കുമുള്ള GST ഉണ്ടല്ലോ, ആ 18 18, ആ എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് എന്ന പേരില് നിങ്ങൾ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം ആദ്യം. സെൻട്രൽ മീൻസ് കസ്റ്റംസ് അതോറിറ്റി കേട്ടോ. സെൻട്രലിന്റെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? പക്ഷെ നമ്മൾ ഒരിക്കലും ആ എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് മേടിക്കുന്നതല്ല. നമ്മളായിട്ട് ആ GST എമൗണ്ട്, ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് നമ്മളായിട്ട് സെൽഫായിട്ട് കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യും മുമ്പ് ആ എമൗണ്ട് സെൻട്രലിന് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. ദെൻ എക്സ്പോർട്ട് കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് ഇല്ലേ, ആ സെക്യൂരിറ്റി പോലെ ആദ്യം അടച്ച എമൗണ്ട് ഇല്ലേ, ഔട്ട്പുട്ട് ടാക്സ്, അത് റീഫണ്ട് കിട്ടും. അത് ഓട്ടോമാറ്റിക് റീഫണ്ട് ആവും. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് എന്തിനടച്ചു ചോദിച്ചാൽ ജസ്റ്റ് ഒരു കൺട്രോൾ മെക്കാനിസം മാത്രം. അങ്ങനെ അടച്ചത് കൊണ്ട് അതോറിറ്റിക്ക് അറിയാൻ സാധിക്കും ഇത്ര എക്സ്പോർട്ട് നടന്നു ഇവിടെ. ആ ലോജിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ്, അതിനെ വിളിക്കാം എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ്. എന്താണ്? എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് എന്ന് വിളിക്കാം അതിനെ. ഓക്കെ, എന്നാൽ ആ സമയത്ത് ചില ബിസിനസ്സുകാർ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു എമർജൻസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമായിരിക്കും. ആ സമയത്താണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി എമൗണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ കയ്യിൽ ക്യാഷ് ഉണ്ടാവത്തില്ല. അപ്പോ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ആ സെക്യൂരിറ്റി എമൗണ്ട് അടയ്ക്കാൻ സാധിക്കത്തുമില്ല. അതിന്റെ പേരിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? കൺട്രോൾ മെക്കാനിസത്തിന്റെ ഫലമായിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ. അതുകൊണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തു, 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റി പോലെ ഈ എമൗണ്ട് ആദ്യം അടയ്ക്കുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് കഴിയുമ്പോൾ റീഫണ്ട് കിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട്. അത് അല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു എഗ്രിമെന്റ് ഉണ്ട്, ആ എഗ്രിമെന്റ് ജസ്റ്റ് സൈൻ ചെയ്യുക. ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുക? സൈൻ ചെയ്യുക. അങ്ങനെ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇപ്പൊ അത്യാവശ്യപ്പെട്ട് സെക്യൂരിറ്റി പോലെ എമൗണ്ട് അടയ്ക്കേണ്ട, എക്സ്പോർട്ട് ചെയ്തോളൂ, വിത്തൗട്ട് പേയ്മെന്റ് എക്സ്പോർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മാത്രം മതി.
ഓ, നമ്മൾ ചോദിച്ചു ആ എഗ്രിമെന്റിന്റെ പേരെന്താ? ആ എഗ്രിമെന്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നു എക്സ്പോർട്ട് ഇൻവോയ്സ് എന്ന് റൈസ് ചെയ്തു വിതിൻ 3 months. എക്സ്പോർട്ട് ഇൻവോയ്സ് എന്ന് റൈസ് ചെയ്തു അന്ന് മുതൽ 3 മാസം അതിനുള്ളിൽ എക്സ്പോർട്ട് നടന്നിരിക്കണം. അതിനുള്ളിൽ എക്സ്പോർട്ട് നടന്നിരിക്കണം. ക്ലിയർ? അത്രേ ഉള്ളൂ. അപ്പോ എക്സ്പോർട്ട് ഇൻവോയ്സ് ഇന്ന് റൈസ് ചെയ്താൽ 3 മാസത്തിനുള്ള എക്സ്പോർട്ട് നടന്നാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലിയർ? ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇൻ കേസ് എക്സ്പോർട്ട് ഇൻവോയ്സ് റൈസ് ആക്കിയിട്ട് 3 മാസമായിട്ടും എക്സ്പോർട്ട് നടന്നിട്ടില്ലെങ്കിലോ? 3 മാസമായിട്ട് എക്സ്പോർട്ട് നടന്നിട്ടില്ല എങ്കിൽ 3 മാസം കഴിയുമ്പോ ആ സെക്യൂരിറ്റി എമൗണ്ട് ഇല്ലേ അന്ന് അടയ്ക്കേണ്ടി വരും. ക്ലിയർ? അന്ന് പിന്നെ അടച്ചിട്ടേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. പക്ഷെ അന്ന് സെക്യൂരിറ്റി എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോ അന്ന് ആ സെക്യൂരിറ്റി എമൗണ്ട് മാത്രം അടച്ചാൽ പോരാ, അതിന് ഈ 3 മാസത്തെ ഇൻട്രസ്റ്റ് 18% പലിശയും കൂടെ അടയ്ക്കേണ്ടി വരും ആ സമയത്ത്, 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കഴിയുമ്പോ സെക്യൂരിറ്റി അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടും, ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടില്ല, നഷ്ടപ്പെട്ടു. ക്ലിയർ? ദ ലോജിക്. സോ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത ശേഷം വിതിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ. ക്ലിയർ? ആഫ്റ്റർ 3 months ആയിപ്പോയാൽ വിത്ത് സെക്യൂരിറ്റി അടയ്ക്കണം, അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കണം, ദെൻ എക്സ്പോർട്ട് ചെയ്യാം. ആഫ്റ്റർ എക്സ്പോർട്ട് സെക്യൂരിറ്റി എമൗണ്ട് റീഫണ്ട് കിട്ടും, ഇൻട്രസ്റ്റ് എമൗണ്ട് ലോസ് ആയി. ക്ലിയർ അല്ലേ? ആ എഗ്രിമെന്റിൽ പറഞ്ഞ പേരാണ് LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. അതാണ് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ്. സോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ഓർക്കുക. എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റും ഉണ്ട്, എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റും ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഇനി അത് എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ളത് പിന്നെ കാണിച്ചു തരാം, സൈറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ. ക്ലിയർ? പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 0 ടാക്സ് അല്ലേ വരുന്നേ, നോർമൽ കസ്റ്റമർക്ക് ടാക്സ് വരില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം പർച്ചേസ് നടത്തിയ കൊടുത്ത ഇൻപുട്ട് ഇല്ലേ, അതായത് ഈ മൊബൈൽ ഫോണിനെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മൊബൈൽ പർച്ചേസ് നടത്തിയപ്പോൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് ഇല്ലേ, ആ ഇൻപുട്ട് ടാക്സ് എനിക്ക് റീഫണ്ട് കിട്ടും കേട്ടോ. ഓക്കെ. ഇൻപുട്ട് ടാക്സ് റീഫണ്ട് കിട്ടും. GST-യില് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ് റീഫണ്ട് കിട്ടുന്നത് റയർ കേസാണ്. അതിലൊരു റയർ കേസാണ് ഇത്, എക്സ്പോർട്ട് കേസ്. എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം പർച്ചേസ് നടത്തിയപ്പോൾ കൊടുത്ത ഇൻപുട്ട് റീഫണ്ടബിൾ ആണ്, കയ്യിൽ ക്യാഷ് കിട്ടും. റീഫണ്ട് മീൻസ്. ക്ലിയർ? ഓക്കെ. അല്ലാത്ത കേസൊക്കെ എങ്ങനെയാ? ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാനേ പറ്റൂ അല്ലെ, റീഫണ്ട് ഇല്ല. ഇവിടെ റീഫണ്ട് കിട്ടും. ഓക്കെ. ക്ലിയർ? ഓട്ടോമാറ്റിക് റീഫണ്ട് ഒന്നും ആവില്ല, നമ്മൾ റീഫണ്ടിന് അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത ബോക്സ് നോക്കിയേ, ടാക്സ് ലയബിലിറ്റി അഗൈൻസ്റ്റ് അഡ്വാൻസ് റിസീവ്ഡ്. ബോക്സ് നമ്പർ 7. ബോക്സ് നമ്പർ 8 നോക്കിയേ, 8ാമത്തെ ബോക്സ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്. ഈ 2 ബോക്സും കണ്ടിന്യൂഷൻ ആണ്. 7 ആദ്യം പഠിക്കാം, 8 രണ്ടാമത് നോക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് 8 കേട്ടോ. ഓക്കെ. അതായത് നമ്മൾ ഈ സർവീസ് കൊടുക്കുമല്ലോ, അതായത് നമ്മൾ സർവീസ് കൊടുക്കാമെന്നും പറഞ്ഞു. ഇപ്പൊ ഒരു കോൺട്രാക്ടർ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. കോൺട്രാക്ടർ മീൻസ് സർവീസ് പ്രൊവൈഡിങ് ആണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത, നമ്മൾ സർവീസ് ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ദെൻ നമ്മൾ പറയും നമ്മൾ ഈ ഒരു ബിൽഡിംഗ് വർക്ക് ഏറ്റെടുക്കും, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം. ആ വർക്ക് ഏറ്റെടുത്തു. ദെൻ പറയുന്നു, ക്ലയന്റ് ആ കസ്റ്റമറോട് പറയുന്നു, നിങ്ങളുടെ ഈ ബിൽഡിംഗ് നമ്മൾ ഒരു വിതിൻ 6 months ചെയ്ത് പൂർത്തിയാക്കി തരാം. ക്ലിയർ? അപ്പോ സർവീസ് ചെയ്യാം എന്നും പറഞ്ഞ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇന്ന ഡേറ്റിനുള്ളിൽ ചെയ്തേക്കാം. അപ്പോ സർവീസ് കൊടുക്കാമെന്നും പറഞ്ഞ് ആ സർവീസിന് അഗേൻസ്റ്റ് അഡ്വാൻസ് മേടിക്കില്ല ആദ്യം. യെസ്, അഡ്വാൻസ് മേടിക്കും. അപ്പൊ സർവീസ് കൊടുക്കാമെന്നും പറഞ്ഞ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാൽ ആ അഡ്വാൻസ് മേടിക്കുമ്പോൾ അതിന്റെ GST നമ്മൾ അടയ്ക്കണം ആ സമയത്ത്. ക്ലിയർ അല്ലേ? അതാണ് പ്രത്യേകത. നമ്മൾ ഗുഡ്സിന് അത് വരില്ല. അപ്പൊ ഗുഡ്സ് സെയിൽ ചെയ്യാമെന്നും പറഞ്ഞ് അഡ്വാൻസ് മേടിച്ച GST അടയ്ക്കണ്ട. സർവീസ് കൊടുക്കാമെന്നും പറഞ്ഞ് കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാൽ GST അടയ്ക്കണം. ക്ലിയർ? അതാണ് ആ ബോക്സ് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാനൊരു കോൺട്രാക്ടർ ആണ്, ഒരു കസ്റ്റമർക്ക് ഒരു ബിൽഡിംഗ് വെക്കണം. ഞാൻ പറഞ്ഞു ഈ ബിൽഡിംഗ് പണിയാനായിട്ട് ഒരു 50,000, ഒരു 50,000 രൂപ ചിലവാകും. ക്ലിയർ?
GST കൂടെ വരുമ്പോ ഫോർ എക്സാമ്പിൾ 5 ആണ് GS റേറ്റ്. അപ്പൊ 50,000ന്റെ 5 എന്ന് പറയുമ്പോൾ 2,500, 52,500 വരും ടോട്ടൽ കോസ്റ്റ് GST ഉൾപ്പെടെ. ശരിയല്ലേ? ഒരു 6 മാസം സമയം എടുക്കും വർക്ക് കംപ്ലീറ്റ് ആകാൻ. ഇന്നിപ്പോ ഡിസംബർ ആയി, അടുത്ത ഏപ്രിൽ മെയ് മാസം. ഓക്കെ, അടുത്ത ഏപ്രിൽ മാസം ആകുമ്പോൾ വർക്ക് ഫിനിഷ് ചെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. മൊത്തം എത്രയാ? 52,500 ആണ് എമൗണ്ട് വരിക. സോ ഇപ്പോ ഈ ഡിസംബർ മാസം എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തു? ഈ ഡിസംബർ മാസം അതിനൊരു 10,000 രൂപ അഡ്വാൻസ് മേടിച്ചു. സങ്കല്പിക്കുക, ഒരു 10,000 രൂപ, ഒരു 10,000 അഡ്വാൻസ് മേടിച്ചു ഡിസംബർ മാസം. ക്ലിയർ? ഈ അഡ്വാൻസ് മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം. അതെപ്പോ കൊടുത്താൽ മതി? എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ആ 6 മാസം കംപ്ലീറ്റ് ആയി വർക്ക് മൊത്തം ഫിനിഷ് ആയ ശേഷം എന്ത് ചെയ്താൽ മതി? കസ്റ്റമർക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുത്താൽ മതി. ഇപ്പൊ ജസ്റ്റ് അഡ്വാൻസ് മേടിച്ചതല്ലേ? അഡ്വാൻസ് മേടിക്കുമ്പോൾ ടാക്സ് ഇൻവോയ്സ് ആവശ്യമില്ല. പക്ഷെ അഡ്വാൻസ് മേടിക്കുമ്പോൾ ടാക്സ് ചാർജ് ചെയ്യണം. അതിന് എന്തു മതി? ടാക്സ് ഇൻവോയ്സ് വേണ്ട, ജസ്റ്റ് റിസീപ്റ്റ് വൗച്ചർ മതി. ജസ്റ്റ് റിസീപ്റ്റ് വൗച്ചർ മതി. റിസീപ്റ്റ് വൗച്ചറിൽ കാണിക്കുക 10,000 രൂപ റിസീവ്ഡ് ഫ്രം ദിസ് കസ്റ്റമർ ആസ് അഡ്വാൻസ്ഡ് അഗൈൻസ്റ്റ് ദിസ് കോൺട്രാക്ട്. ക്ലിയർ? അതിൽ 10,000 രൂപ ആകുമ്പോൾ എത്ര GST വരും? 5 ആകുമ്പോൾ 500 അല്ലേ? യെസ്, 10,000 രൂപയും 500 GSTയും വരും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ബാക്കി എത്ര എമൗണ്ട് ഇനിയുണ്ട്? 52,500 നിന്ന് 10,500 പോയാൽ ബാക്കി 42,000 രൂപയുണ്ട് അല്ലെ? അത് പിന്നെ മേടിക്കാം വർക്ക് കഴിയുമ്പോൾ. അപ്പൊ ഇപ്പോ ഡിസംബർ മാസം അഡ്വാൻസ് മേടിച്ചു. അണ്ടർ ഡോക്യുമെന്റ് ഏതാ? റിസീപ്റ്റ് വൗച്ചർ. എത്ര എമൗണ്ട്? 10,500. 10,000 അഡ്വാൻസ് എമൗണ്ടും 500 GSTയും. അത് ഈ ഡിസംബർ മാസത്തിന്റെ GSTR 1 ഫയൽ ചെയ്യണ്ടേ എന്നാ? ജാനുവരി മാസം അല്ലെ? ഇപ്പൊ ഡിസംബറിന്റെ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ബോക്സ് നമ്പർ 7 ഇല്ലേ? അവിടെ കാണിക്കണം ടാക്സ് ലയബിലിറ്റി അഗൈൻസ്റ്റ് അഡ്വാൻസ് റിസീവ്ഡ് അല്ലേ? അവിടെ കാണിക്കണം ഈ 10,000 രൂപയും 500 രൂപയും. ലോജിക്ക് ക്ലിയർ? എന്നിട്ട് ഇനി അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു, വർക്ക് തുടർന്നു. ഏപ്രിൽ മാസമായി, അടുത്ത ഏപ്രിൽ ആയപ്പോ വർക്ക് ഫിനിഷ് ചെയ്തു. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ബാക്കി എമൗണ്ട് മേടിച്ചു. എത്രയാ? അല്ല, ആദ്യം ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. ഏപ്രിൽ മാസം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ടേ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്കി കിട്ടാനുള്ള 42,000 രൂപ മാത്രം കാണിച്ചാൽ മതിയോ? അല്ല, ഫുൾ എമൗണ്ട് കാണിക്കണ്ടേ? എത്രയാ? 52,500 കാണിക്കണം. ഏപ്രിൽ മാസം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ 52,500 കാണിക്കണം. ക്ലിയർ? അപ്പോ കസ്റ്റമർ ബാക്കി പൈസ മേടിച്ചു. എത്രയാ? 42,000 രൂപ മേടിച്ചു. ചിന്തിക്കേണ്ട പോയിന്റ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസം 2,000 രൂപയിലെ ലയബിലിറ്റി ഉള്ളൂ അല്ലെ? 500 നമ്മള് ഡിസംബറിൽ മേടിച്ചു അടച്ചു അഡ്വാൻസിന്റെ കൂടെ. ഇപ്പോ 42,000 മേടിച്ചാൽ അത് 2,000 ആണ് GST വരുന്നത്. അപ്പൊ നമുക്ക് ഏപ്രിൽ മാസം 2,000 രൂപ മാത്രമേ GST ലയബിലിറ്റി വരുന്നുള്ളൂ. ശരിയല്ലേ? യെസ്. പക്ഷേ നമ്മൾ ഏപ്രിൽ മാസം ടാക്സ് ഇൻവോയ്സ് റൈസ് ചെയ്തു. അതുകൊണ്ട് ആ ടാക്സ് ഇൻവോയ്സിനകത്ത് 52,500 ഇല്ലേ? ആ ടാക്സ് ഇൻവോയ്സ് പ്രകാരം നോക്കുമ്പോ 2,500 ലയബിലിറ്റി വരുന്നില്ലേ? വരുന്നുണ്ട്. ക്ലിയർ? യെസ്. അപ്പോ ടാക്സ് ഇൻവോയ്സിൽ എന്താണോ പറയുന്നത് അതുപോലെ കാണിക്കണ്ടേ? ഏപ്രിൽ മാസം GSTR 1 ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ആ ഏപ്രിൽ മാസം GSTR 1 ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഏപ്രിൽ മാസത്തെ GSTR 1 B2Bക്ക് അകത്ത് പോയിട്ട് എന്ത് ചെയ്യണം? കസ്റ്റമർ B2C ആണെങ്കിൽ B2C, B2B B2B, ആ B2Bയോ B2Cയിലോ പോയിട്ട് എന്ത് ചെയ്യുക? പോയിട്ട് ആ ടാക്സ് ഇൻവോയ്സ് പ്രകാരം 52,500 കാണിക്കണം. ക്ലിയർ? ഏപ്രിൽ മാസം. ഓക്കെ, അപ്പോ ടാക്സ് ഇൻവോയ്സിൽ ഫുൾ എമൗണ്ട് കാണിക്കണം. ഏപ്രിൽ മാസം നിർബന്ധം. ടാക്സ് ഇൻവോയ്സിൽ ഫുൾ എമൗണ്ട് കാണിച്ചത് കൊണ്ട് ഏപ്രിൽ മാസം GSTR 1 B2Bക്ക് അകത്ത് അതുപോലെ ഫുള്ള് കാണിക്കണം. പക്ഷെ നമുക്കറിയാം ശരിക്കും 42,000 വരാൻ ഉള്ളൂ അല്ലെ ആ ഏപ്രിൽ മാസം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ B2Bയിലോ B2Cയിലോ പോയിട്ട് ടാക്സ് ഇൻവോയ്സ് പ്രകാരം 52,500 കാണിക്കുക. എന്നിട്ട് അതേ ഫോമിൽ 8ാമത്തെ ബോക്സ് ഇല്ലേ? ഈ 8ാമത്തെ ബോക്സ് എന്താ? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ് ഇല്ലേ? ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വന്നിട്ട് അന്ന് ഡിസംബറിൽ അഡ്വാൻസ് മേടിച്ച 7 ബോക്സ് അവർ അന്ന് ഡിസംബർ കാണിച്ചില്ലേ? 10,000 500, അത് എന്ത് ചെയ്യുക? ഈ 8ാമത്തിൽ കാണിക്കുക. അപ്പൊ ടാലി ആയിക്കോളും. ക്ലിയർ?
ഒന്നുമില്ല, ഏപ്രിൽ മാസം ടാക്സ് ഇൻവോയ്സ് പ്രകാരം 52,500 B2B കാണിക്കുക. അതേ മാസം 8ാമത്തെ ബോക്സിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസിൽ പോയിട്ട് 10,000ഉം 500ഉം കാണിക്കുക. ക്ലിയർ? അപ്പൊ അതോറിറ്റിക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും ഏപ്രിൽ മാസം 42,000 രൂപയെ വരുന്നുള്ളൂ എന്നുള്ള കാര്യം. ക്ലിയർ? ലോജിക്ക്. ഓക്കെ. ബോക്സ് നമ്പർ 7ൽ നമ്മൾ ഡിസംബർ മാസം എത്ര എമൗണ്ട് കാണിച്ചു, അതേ എമൗണ്ട് ഏപ്രിൽ മാസം ബോക്സ് നമ്പർ 8 കാണിക്കുക. ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത് 9ാമത്തെ ബോക്സ്. 9 പറയുന്നു HSN or SAC. HSN or SAC മീൻസ് ഒരു കോഡ്, ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത കോഡാണത്. പണ്ട് മുതലേ ഉണ്ട്, GSTക്ക് മുമ്പേ ഉണ്ട്. ഓരോ ഗുഡ്സിനും ഓരോ കോഡ്, ഓരോ സർവീസിനും ഓരോ കോഡ്, ഓരോ ഗുഡ്സിനും ഓരോ കോഡ്. ഗുഡ്സിന്റെ കോഡാണ് HSN. HSN ഫുൾ ഫോം ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ. ഹാർമണൈസ്ഡ് HARMONIZED ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ. NOMEN നോമൻക്ലാച്ചർ. CLATURE നോമൻക്ലാച്ചർ. ഓക്കെ. HSN കോഡ് അത് ഗുഡ്സിനാണ്. സർവീസിനാണെങ്കിൽ SAC സാക്ക് എന്ന് പറയും. SAC മീൻസ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. ക്ലിയർ? അപ്പൊ ഓരോ ഗുഡ്സിനും ഓരോ HSN കോഡ്, ഓരോ സർവീസിനും ഓരോ SAC കോഡ്. അതെന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു മാസം നമ്മൾ എന്തെല്ലാം ഗുഡ്സ് സെയിൽ നടത്തി, എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതിന്റെ കോഡ് മാത്രം എന്ത് ചെയ്യുക, കാണിക്കുക. അത് എല്ലാവർക്കും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ലിമിറ്റ് ഉണ്ട്. 1.5 കോടി ഇയർലി ടേൺ ഓവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ HSN ഒരു SSC കോഡ് ഇവിടെ കാണിച്ചാൽ മതി, അല്ലാത്തവർ കാണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ആലോചിക്കട്ടോ. അപ്പൊ ചെറുകിട ബിസിനസ്സുകാർക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരേണ്ടെന്ന് കരുതി അങ്ങനെ പറഞ്ഞേ. 1.5 കോടി വരെ ഉള്ളവർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് 10ാമത്തെ ബോക്സ് നിൽ റൈറ്റ് എക്സംപ്റ്റ് നോൺ GST മീൻസ് ടാക്സ് ഇല്ലാത്ത സെയില്. ടാക്സ് ഇല്ലാത്ത സെയില് കാണിക്കേണ്ടതാണ് 10ാമത്തെ ബോക്സ്. ഇപ്പോ നില്ലെന്ന് വെച്ചാൽ എന്താ? നില്ല് മീൻസ് ടാക്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മളെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇല്ലേ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, കൃഷി ഐറ്റംസ് എന്തൊക്കെയാ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ മണ്ണിലുണ്ടാവുന്ന, മണ്ണ് ലാൻഡ് അല്ലെ, മണ്ണിലുണ്ടാവുന്ന ഒന്നിനും GST ഇല്ല, അതൊക്കെ നില്ലാണ്. ക്ലിയർ? ഇപ്പോ വീറ്റ്, ഗോതമ്പ്, നെല്ല് അല്ലെ, കപ്പ, ഒന്നിനുമില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒന്നിനും GST ഇല്ല. ക്ലിയർ? അതൊക്കെ എന്താണ്? നില്ല. അതിന്റെ കൂടെ തന്നെ ഫോർ എക്സാമ്പിൾ മിൽക്കും GST ഇല്ല, അത് നില്ലാണ്. ക്ലിയർ? അതും നില്ലാണ്. ക്ലിയർ? എന്നാൽ അതൊക്കെയാണ് നില്ല് വരിക. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ നില്ലായ ഐറ്റംസ് ഇതിനെ കൺവെർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും ഗുഡ്സ് ആക്കി മാറ്റി സെയിൽ ചെയ്യുകയാണെങ്കിൽ GST വരും. ഈ പറഞ്ഞ മണ്ണിൽ ഉണ്ടാവുന്ന ഒന്നിനും GST എന്ന് പറഞ്ഞു, അതെന്തെങ്കിലും കൺവെർട്ട് ചെയ്ത്, ഇപ്പോ മിൽക്ക് നില്ലാണ്, അതിനെ കൺവെർട്ട് ചെയ്ത് ബട്ടറോ ചീസോ ആക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ GST വരും. ക്ലിയർ? ആ ലോജിക്ക്. അപ്പോ ഇതിനെ നില്ലായ ഐറ്റത്തിനെ കൺവെർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും ഐറ്റം ആക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും GST വരും. ക്ലിയർ? അപ്പൊ എന്താണ് എക്സംപ്റ്റ്? എക്സംപ്റ്റ് ലിസ്റ്റ് കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നെല്ല് എന്ന് പറയുമ്പോൾ പക്ക നമുക്കറിയാം മണ്ണിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് നെല്ല്. ഈ നെല്ലിന് GST ഉണ്ടോ? ഇല്ല. നെല്ല് ഉറപ്പായിട്ടും നില്ലായിരിക്കും. നെല്ല് എന്തായിരിക്കും? നില്ലായിരിക്കും. ഈ നെല്ല് കൺവെർട്ട് ആക്കിയിട്ടല്ലേ റൈസ് ഉണ്ടാവുന്നേ? ഉറപ്പായിട്ടും നെല്ല് കൺവെർട്ട് ആക്കിയാണ് റൈസ് ഉണ്ടാവുന്നത്. അപ്പൊ റൈസ് ടാക്സ് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ടാക്സ് ഉണ്ടാവും. റൈസ്, അരി ഉണ്ടല്ലോ, റൈസ്, അത് ടാക്സബിൾ ആണ്. ക്ലിയർ? നെല്ല് നില്ലാണ്, നെല്ല് കൺവെർട്ട് ചെയ്തുമ്പോ റൈസ് ആയി, സോ റൈസ് ടാക്സബിൾ ആണ്. പക്ഷേ റൈസ് എന്ന് പറയുമ്പോൾ അത്രയും അത്യാവശ്യമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ടാക്സ് ചാർജ് ചെയ്യണ്ട
എന്ന രീതിയിൽ ഗവൺമെന്റ് പറയുന്നു റൈസ് ടാക്സബിൾ ആണ്. എങ്കിലും റൈസ് അത്യാവശ്യമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തൽക്കാലം ഒരു അറിയിപ്പ് വരുന്നത് വരെ GST ചാർജ് ചെയ്യണ്ട. ക്ലിയർ? നോട്ടിഫിക്കേഷൻ പ്രകാരം അതോറിറ്റി പറഞ്ഞു റൈസിന് ടാക്സ് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന്. ക്ലിയർ? ഇതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ അതാണ് എക്സംപ്റ്റിൽ വരുന്ന എക്സംഷൻ ഉള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ പ്രകാരം ടാക്സബിൾ ആയ എന്തെങ്കിലും ഐറ്റത്തിനെ ഒരു അറിയിപ്പ് വരുന്നത് വരെ ടാക്സ് ചാർജ് ചെയ്യരുത് എന്ന് പറയുന്ന ലിസ്റ്റ് ആണ് എക്സംപ്റ്റ് ലിസ്റ്റ്. ഇനി നോൺ GST എന്താണ്? നോൺ GST എന്ന് പറഞ്ഞാൽ നോൺ GST വേറെ ഒന്നുമില്ല. നോൺ GST എന്താ? ഇതെല്ലാം സത്യം പറഞ്ഞതെല്ലാം ടാക്സ് ഇല്ലെന്ന് അർത്ഥം. 3 പേര് പ്രത്യേകം കൊടുത്തു. നോൺ GST വരുന്ന ഐറ്റംസ് വെയിറ്റിംഗ് ലിസ്റ്റാ. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് വേണം GST വരാം. ക്ലിയർ? സെൻട്രൽ ഗവൺമെന്റ് GST അതോറിറ്റി എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെന്റിനോട്, അന്ന് കൊണ്ടുവരും പെട്രോൾ, ഡീസൽ, ആൽക്കഹോൾ. ക്ലിയർ? ആൽക്കഹോൾ വരില്ല. ആൽക്കഹോളിന് GST വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചു. അത് വേണ്ട, അത് ഇല്ല. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂല്, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ അതൊക്കെ എന്താണ്? അതിലൊന്നും GST ഇതുവരെ വന്നിട്ടില്ല. എന്ന് വേണോ വരാം. തത്കാലം അതൊക്കെ നോൺ GST എന്ന് പറയുന്ന കാറ്റഗറിയിൽ കിടപ്പുണ്ട്. ക്ലിയർ? ഓക്കെ, ഇതാണ് ലോജിക്ക്. അപ്പൊ നിൽ റേറ്റോ എക്സംപ്റ്റോ നോൺ GSTയോ വരുന്ന എന്തെങ്കിലും സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടതാണ് ആ ബോക്സ്. ഇനി അടുത്ത് 11 എന്താ? ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. 11 മീൻസ് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. ക്ലിയർ? എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ മെയിൻറ്റെയിൻ ചെയ്തേ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഫോർ എക്സാമ്പിൾ, സെയിൽ നടത്തുമ്പോൾ സെയിൽസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലേ? യെസ്. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലേ? ആ കേസില് നേരത്തെ അഡ്വാൻസ് മേടിച്ചപ്പോ റിസീപ്റ്റ് വൗച്ചർ അല്ലെ, റീഫണ്ട് കൊടുത്ത റീഫണ്ട് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ കാര്യം നടക്കുമ്പോൾ അതിനൊക്കെ ഓരോ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യും. ആ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ബോക്സ് നമ്പർ 11. ക്ലിയർ? യെസ്. ഇനി അടുത്ത് 11 ബോക്സ് പറഞ്ഞില്ലേ? നോക്കി, ലാസ്റ്റ് പറഞ്ഞ 9, 10, 11. 9, 10, 11. ലാസ്റ്റ് പറഞ്ഞ ഈ 9ഉം 10ഉം 11ഉം ഈ 3 ബോക്സ് പോയിട്ട് ആദ്യം പറഞ്ഞ 8 ബോക്സ് ഇല്ലേ, B2B മുതല് അഡ്ജസ്റ്റ്മെന്റ് അഡ്വാൻസ് 8 ബോക്സ്. ഈ 8 ബോക്സിന് ഓരോന്നിനും ഓരോ അമൻമെന്റ് ബോക്സ് കൂടി ഉണ്ട്. ഓക്കെ, ഓരോ ബോക്സിനും പ്രത്യേകം ഓരോ അമൻമെന്റ് ബോക്സ് കൂടി ഉണ്ട് ഇതിന് പുറമെ. ക്ലിയർ? B2B അമൻമെന്റ് ബോക്സ്, B2C ലാർജ് അമൻമെന്റ് ബോക്സ്, B2C സ്മാൾ അമൻമെന്റ് ബോക്സ്, ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ടു രജിസ്റ്റേർഡ് പാർട്ടി അമൻമെന്റ് ബോക്സ്, ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ടു URD അമൻമെന്റ് ബോക്സ്, എക്സ്പോർട്ട് അമൻമെന്റ് ബോക്സ്, ടാക്സ് ലയബിലിറ്റി അഗൈൻസ്റ്റ് അഡ്വാൻസ് റിസീവ്ഡ് അമൻമെന്റ് ബോക്സ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ് അമൻമെന്റ് ബോക്സ്. ആ 8 ബോക്സിനും ഇതിന് പുറമെ പ്രത്യേക ഒരു അമൻമെന്റ് ബോക്സ് കൂടി ഉണ്ട്. ഈ അമൻമെന്റ് ബോക്സിന്റെ പ്രത്യേകത എന്താണ്? ആവശ്യം വേറൊന്നുമല്ല, നമ്മളിപ്പോ ഈ B2B ഏതെങ്കിലും ബോക്സിനകത്ത് എന്തെങ്കിലും ഡേറ്റ ഫില്ല് ചെയ്ത് ഈ മാസം റിട്ടേൺ ഫയൽ ചെയ്തു, പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോ ഈ ഡിസംബർ മാസം ഞാൻ GSL 1 ചെയ്തപ്പോൾ B2Bക്ക് അകത്ത് ഒരു 10,000 രൂപ കാണിക്കേണ്ട സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? 1000 രൂപയെ കാണിച്ചോളൂ. ഒരു 0 കുറഞ്ഞു പോയി. മിസ്റ്റേക്ക് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്തു. ഫയൽ ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാം. അത് അടുത്ത മാസം GSL 1 ചെയ്യുമ്പോ അടുത്ത മാസത്തെ GSL 1-നകത്ത് B2Bന്റെ അമൻമെന്റ് ബോക്സിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ മാസത്തെ ഈ മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഈ B2B ഈ അമൻമെന്റ് ബോക്സിന്റെ ആവശ്യം പ്രീവിയസ് മന്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തിന്റെ അമൻമെന്റ് കയറി നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് മന്തിലെ മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാം. ക്ലിയർ? ലോജിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഫസ്റ്റ് 8 ബോക്സിന് എന്തുണ്ട്? ഓരോ അമൻമെന്റ് ബോക്സ് നമുക്കുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇത്രയുമാണ്. ഇങ്ങനെയാണ് 19 ബോക്സ് ആവുന്നത്. നോക്കിയേ, 1 മുതൽ 8 വരെ ആ 8 ബോക്സിനും ഓരോ അമൻമെന്റ് ബോക്സ്. അപ്പൊ എത്രയായി? 8, 8, 16. പിന്നെ 16ഉം പിന്നെ 3 ബോക്സ് ഏതൊക്കെയാ? 9ഉം 10ഉം 11ഉം. അങ്ങനെ 19 ബോക്സ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഈ 19 ബോക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ?
സോ ഈ 19 ബോക്സും ഓരോ ബോക്സും ഓപ്പൺ ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നാളെ ക്ലാസ് എടുത്തു തരും. ഓക്കെ, ക്ലിയർ അല്ലേ? നാളെ എടുത്തു തരും. സോ ഇന്ന് ഈ 19 ബോക്സ് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ നോക്കാം. ഓക്കെ, ക്ലിയർ? ഡൗട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ, ഞാൻ വീട്ടിൽ ചെയ്ത് വെക്കാം.